നമസ്കാരം. പ്രവാസികൾക്ക് ആശ്വാസമായി ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നു. വ്യോമമേഖലയിലെ നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെയാണ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നത്. സൗദി അറേബ്യ, ഒമാൻ എന്നീ രാജ്യങ്ങൾ വ്യോമമേഖല തുറന്നതോടെ ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. ഫെബ്രുവരി 28 മുതൽ നിലനിന്നിരുന്ന പ്രതിസന്ധികൾക്ക് അയവ് വന്നതോടെ എയർ ഇന്ത്യ, ഇൻഡിഗോ അടക്കമുള്ള പ്രമുഖ കമ്പനികൾ സർവീസുകൾ പുനരാരംഭിച്ചു. സൗദി അറേബ്യയുടെയും ഒമാന്റെയും വ്യോമമേഖലകൾ വീണ്ടും തുറന്നതോടെ എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും തങ്ങളുടെ സർവീസുകൾ സജീവമാക്കിയിരിക്കുകയാണ്. ജിദ്ദ, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിച്ചതിനൊപ്പം ദുബായ് റൂട്ടിലും കൂടുതൽ വിമാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് മസ്കറ്റിലേക്കും കോഴിക്കോട്, മുംബൈ എന്നിവിടങ്ങളിൽ നിന്ന് ദുബായിലേക്കും തിരിച്ചും സർവീസുകൾ നടക്കും. കൂടാതെ കൊച്ചിയിൽ നിന്നും റാസൽ ഖൈമയിലേക്കും ദുബായിൽ നിന്ന് ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലേക്കും എയർ ഇന്ത്യ ഗ്രൂപ്പ് വിമാനങ്ങൾ പറത്തും. മറ്റ് പ്രമുഖ ഇന്ത്യൻ വിമാന കമ്പനികളായ ഇൻഡിഗോയും സ്പൈസ് ജെറ്റും ഗൾഫ് മേഖലയിൽ വിപുലമായ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. ഗൾഫിലെ 8 പ്രധാന വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് 34 സർവീസുകളാണ് ഇൻഡിഗോ ഇന്ന് നടത്തുന്നത്. ഇതിൽ ജിദ്ദ, കോഴിക്കോട്, കൊച്ചി, മസ്കറ്റ് സർവീസുകളും ഉൾപ്പെടുന്നു. സ്പൈസ് ജെറ്റ് ഇന്ന് ആകെ 14 സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ 13 എണ്ണവും ഫുജൈറയിൽ നിന്ന് മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലേക്കാണ്. ദുബായിൽ നിന്നും മുംബൈയിലേക്ക് ഒരു സർവീസും സ്പൈസ് ജെറ്റ് നടത്തുന്നുണ്ട്. അന്താരാഷ്ട്ര വിമാന കമ്പനിയായ എമിറേറ്റ്സും പുനരാരംഭിച്ച സർവീസുകളുടെ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. ദുബായിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആകെ 100 സർവീസുകൾ നടത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി കൊച്ചി, തിരുവനന്തപുരം എന്നിവയുൾപ്പെടെ ഇന്ത്യയിലെ 14 നഗരങ്ങളിലേക്ക് ഭാഗികമായി വിമാന സർവീസുകൾ ലഭ്യമാകും. പ്രവാസികൾക്ക് നാട്ടിലേക്കും തിരിച്ചും യാത്ര ചെയ്യാൻ ഇത് വലിയ സഹായകമാകും. പുതിയതായി രംഗത്തെത്തിയ ആകാശ എയർ ഇന്ന് മുംബൈ ജിദ്ദ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. മുംബൈയിൽ നിന്നും വൈകിട്ട് 7:20 പുറപ്പെടുന്ന വിമാനം രാത്രി 11:55 ജിദ്ദയിൽ നിന്നും തിരിച്ച് മുംബൈയിലേക്ക് പറക്കും. എന്നാൽ അബുദാബി, ദോഹ, റിയാദ്, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളുടെ കാര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട്. ഈ റൂട്ടുകളിലേക്കുള്ള ആകാശ എയർ സർവീസുകൾ മാർച്ച് 7 വരെ ഉണ്ടാകില്ലെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായ സംഘർഷാവസ്ഥ വ്യോമഗതാഗതത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ലഭ്യമായ കണക്കുകൾ പ്രകാരം 2300-ലേറെ വിമാന സർവീസുകളാണ് ഫെബ്രുവരി 28 മുതൽ ഇതുവരെ റദ്ദാക്കപ്പെട്ടത്. ഇതിൽ 1700-ലധികം സർവീസുകൾ ഇന്ത്യൻ കമ്പനികളുടേതാണ്. ഏകദേശം 2.93 ലക്ഷം യാത്രക്കാരെ ഈ പ്രതിസന്ധി നേരിട്ട് ബാധിച്ചു. 15,000-ഓളം പേർ ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. ഇന്നലെ മാത്രം 281 സർവീസുകൾ റദ്ദാക്കിയിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ സർവീസ് നടത്തുന്നതോടെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം വ്യോമമേഖല തുറന്നു കൊടുക്കുന്നത് ശുഭസൂചനയാണെങ്കിലും യുദ്ധം പൂർണ്ണമായി അവസാനിക്കാറായി എന്നതിന്റെ കൃത്യമായ അടയാളമായി കാണാൻ കഴിയില്ല. മിസൈൽ ആക്രമണങ്ങളോ വ്യോമാക്രമണങ്ങളോ കുറഞ്ഞ മേഖലകളുടെ വിമാനങ്ങൾ പറക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. സൗദി, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ വ്യോമമേഖല തുറന്നത് ആ പ്രദേശങ്ങളിൽ നിന്നുള്ള നേരിട്ടുള്ള ഭീഷണി കുറഞ്ഞതുകൊണ്ടാകാം. എന്നാൽ യുദ്ധം നടക്കുന്ന ഭൂമിശാസ്ത്രപരമായ അതിർത്തികളിൽ പോരാട്ടം ഇപ്പോഴും തുടരുന്നുണ്ട്.